സോ IAS ഫാക്ടർ അവതരിപ്പിക്കുന്ന ലീപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കറണ്ട് അഫയേഴ്സ് MCQസിന്റെ രൂപത്തിൽ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സോ ഇന്നത്തെ 5 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഹിയർ ഈസ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. See, how many of the following are essential in the latest formula of ORS as updated by WHO? നിങ്ങൾ പത്രത്തിൽ കണ്ടു കാണും, റീസെൻ്റ് ആയിട്ടൊരു കോർട്ട് റൂളിംഗ് വന്നിട്ടുള്ളത് ORSനെ സംബന്ധിച്ച്. അപ്പോൾ ഇന്ത്യയിൽ കൊടുക്കുന്ന പല ORSകളിലും എന്നാ WHO ഫോർമുല പ്രകാരമല്ല ORS ഇന്ത്യയിൽ പല കമ്പനികളും കൊടുത്തുകൊണ്ടിരുന്നത്. അതിനെതിരെ വലിയൊരു നിയമ പോരാട്ടം വർഷങ്ങളായിട്ട് നടക്കുകയും അതിൻ്റെ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് എന്ന രീതിയിലേക്ക് വരികയും ചെയ്തു. അതായത് WHO പറയുന്ന ഫോർമുലയിൽ തന്നെ ഇന്ത്യയിൽ ORS കൊടുത്തിരിക്കണം. ORS ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനകത്ത് WHOയുടെ ലേറ്റസ്റ്റ് ഫോർമുല പ്രകാരം ഇതിൽ ഏതൊക്കെ കമ്പോണൻസ് ORSലുണ്ട് എന്നാണ് ഈ ചോദ്യം. ഓക്കെ, ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാഷ്യം ക്ലോറൈഡ് ആൻഡ് സോഡിയം സിട്രേറ്റ്. ആ ORSന്റെ ന്യൂസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് നമുക്കറിയാം. പക്ഷേ UPSC ചോദിക്കുക ഈ രീതിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു സയൻസ് ആണ്, കറണ്ട് അഫെയർ ആണ്, എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ എന്തായാലും നമുക്കറിയാം, ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എന്തായാലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ, ഈ ORS യൂഷ്വലി കൊടുക്കുന്ന എവിടെ, ഡയറിയ ഒക്കെ വന്നിരിക്കുന്ന കുട്ടികൾക്കാണ് ORS പൊതുവെ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും ഗ്ലൂക്കോസ് ഉണ്ടാവണം, സോഡിയം ക്ലോറൈഡും ഉണ്ടാവും. കാരണം നമ്മുടെ ശരീരത്തിൽ നിന്നും സോഡിയം ക്ലോറൈഡ്, ഉപ്പിൻ്റെ അംശങ്ങൾ പോകുമല്ലോ ഡയറിയ വരുമ്പോൾ. അപ്പം ഗ്ലൂക്കോസ് കണ്ടന്റ് പോകുമ്പോൾ അത് റീപ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ ഗ്ലൂക്കോസ് ഇതിനകത്തുണ്ടാവണം. സോഡിയം ക്ലോറൈഡ്, അതായത് ഉപ്പിൻ്റെ അംശങ്ങൾ പോകുമ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് സോഡിയം ക്ലോറൈഡും ഉണ്ടാവണം. ഇനി രണ്ടെണ്ണമുണ്ട്, പൊട്ടാഷ്യം ക്ലോറൈഡും സോഡിയം സിട്രേറ്റും. അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞോളൂ, പൊട്ടാഷ്യം ക്ലോറൈഡും ഉറപ്പായിട്ടും ഉണ്ട്. കാരണം ഡയറിയ വരുമ്പോൾ സോഡിയം പോകുന്ന പോലെ തന്നെ ശരീരത്തിൽ നിന്നും പൊട്ടാഷ്യവും ലോസ്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതും റീപ്ലേസ് ചെയ്യണം. പൊട്ടാഷ്യം എസെൻഷ്യൽ ഫോർ ഹ്യൂമൻ ലൈഫ് ആണല്ലോ. അതെ, അപ്പോൾ അതുകൊണ്ട് പൊട്ടാഷ്യം ക്ലോറൈഡും വേണം. സോഡിയം സിട്രേറ്റ് തീർച്ചയായിട്ടും ഉണ്ട്. അതായത് സോഡിയം സിട്രേറ്റിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിലെ ഒരു ആസിഡോസിസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മുടെ വയറിന് വേണ്ടി വരുന്ന ഒരു ബേസിക് അസിഡിറ്റി ഉണ്ട്, മനസ്സിലായില്ലേ? നമ്മുടെ വയറിന്റെ pH എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി അസിഡിക് ആയിരിക്കും അത്. പക്ഷേ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ, അതായത് ഡയറിയ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ബൈകാർബണേറ്റ്സ് ഫുള്ളായിട്ട് ലോസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ എന്താണ്, കൂടുതൽ അസിഡിക് ആവും, ഹെവിലി അസിഡിക് ആവും. കാരണം എന്താ, ആ ഒരു ബേസ് കമ്പോണന്റ് ബൈകാർബണേറ്റ്സ് എന്ന് പറഞ്ഞാൽ ബേസ് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുകയും കൂടുതൽ അസിഡിക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ മാറ്റിയിട്ട് ആ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് സോഡിയം സിട്രേറ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഓൾ 4 ആർ ദി കമ്പോണൻസ് ഓഫ് ORS. ആൻഡ് ഡയറിയ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നിങ്ങൾ നോക്കി വെക്കുക. ഡയറിയ ഇസ് ദി 3rd ലീഡിംഗ് കോസ് ഓഫ് ഡെത്ത് ഇൻ ചിൽഡ്രൻ അണ്ടർ 5 years ഏജ്. അതായത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഡെത്ത് കോസസിൽ 3rd പ്ലേസിൽ നിൽക്കുന്നത് ഡയറിയ ആണ്. ആൻഡ് ഡയറിയ ഇസ് ദി ലീഡിംഗ് കോസ് ഓഫ് മാൽന്യൂട്രീഷൻ ഇൻ ചിൽഡ്രൻ. ബേസിക്കലി നമുക്കറിയാം എന്താണ്, സേഫ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സേഫ് ഫുഡ് അവൈലബിൾ അല്ല എന്നുള്ളതാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന്. അപ്പം അതുവഴിയാണല്ലോ ഡയറിയ ഉണ്ടാവുന്നത്. ആ ഡയറിയ കാരണം കുട്ടികൾക്ക് വീണ്ടും മാൽന്യൂട്രീഷൻ ഉണ്ടാവുന്നു. ഓൾറെഡി കുട്ടികൾ ഡിപ്രൈവ്ഡ് ഓഫ് ന്യൂട്രിയൻസ് ആണ്. ഡയറിയ ഉണ്ടാകുമ്പോൾ വീണ്ടും എന്താണ്, ഹെവി മാൽന്യൂട്രീഷൻ ആണ് കുട്ടികളിലേക്ക് ഉണ്ടാകുന്നത്. സോ WHO യുനിസെഫും പറയുന്ന ആ റെക്കമെൻഡേഷനിൽ ORSും സിങ്കും കൂടെ ചേർന്നിട്ട് കുട്ടികൾക്ക് കിട്ടണം ഡയറിയയെ കോമ്പാറ്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how many of the following pairs of personalities who fought against the British and their respective present day states or are correct? അതായത് ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാം ഇന്ത്യയുടെ കുറച്ച് ഹീറോസിന്റെ പേര് നമുക്ക് അവിടെ കാണാം. അതല്ലേ, ബ്രിട്ടീഷുകാർക്കെതിരെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പോരാടിയ പേഴ്സണാലിറ്റീസിന്റെ പേരുണ്ട്. അവരുടെ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ് ആണ് ചോദിക്കുന്നത്. ഇന്നത്തെ സ്റ്റേറ്റ്സ് ആണ് ചോദ്യം. ഇതിൽ എത്ര എണ്ണം കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചോദ്യം. വേലു നാച്ചിയാർ, തമിഴ്നാട്. ഞാൻ എപ്പോഴും പേഴ്സണാലിറ്റീസ് വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, പേര് വെച്ചിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാം. വേലു നാച്ചിയാർ എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കണം, അത് തമിഴ് പേര് തന്നെയാണ് അല്ലേ. സോ തമിഴ്നാട് ക്യാൻ ബി എ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, ബക്ഷി ജഗബന്ധു, ഒഡീഷ. ബക്ഷി ജഗബന്ധുവിനെ കുറിച്ച് റൈറ്റ് നൗ കേട്ടിട്ടില്ലാത്തവർ കേട്ടിരിക്കുക. സോ ഏത് റബല്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ബക്ഷി ജഗബന്ധുവിന്റെ പേര് നമ്മൾ കേൾക്കുന്നത്? പൈക്ക റബല്യൻ. അതായത് ആസ് ഓഫ് നൗ നമ്മൾ ഫസ്റ്റ്
വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിട്ട് ഇപ്പോൾ കൺസിഡർ ചെയ്യപ്പെടുന്നത് ഈ പൈക്ക റെബല്യനാ. 1830s നടന്നിട്ടുള്ള പൈക്ക റെബല്യനാണ് ഫസ്റ്റ് എന്താ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിന് മുമ്പ് വരെ 1857 ആയിരുന്നു. പൊതുവെ പറയുമ്പോൾ ഇപ്പോഴും 1857 തന്നെ ആണെങ്കിലും കുറച്ചു കാലം മുമ്പ് സർക്കാർ തന്നെ പറയുകയുണ്ടായി ഇതിനെയാണ് വേണം നമ്മൾ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ പൈക്ക റെബല്യൻ നടന്നിട്ടുള്ളത് ഒഡീഷയിലാണ്. ആൻഡ് ദി മെയിൻ ഹീറോ ബിഹൈൻഡ് ദാറ്റ് റെബല്യൻ വാസ് ബക്ഷി ജഗബന്ധു. ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട്. ഭഗത് ജവഹർ മൽ മഹാരാഷ്ട്ര. അപ്പം മഹാരാഷ്ട്രീയൻ പേരുകൾ എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ പൊതുവെ പറഞ്ഞിട്ടുള്ളത് നിങ്ങളോട്. കൂടുതൽ പേരുകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കർ 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 എന്ന അവസാനം കാണും. ഇപ്പോൾ സവർക്കർ, ടെണ്ടുൽക്കർ, ഗാവസ്കർ, കണ്ടോ? ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് പേരുകൾ മഹാരാഷ്ട്രയുടെ പ്രത്യേകതയായിട്ട് കാണും. പിന്നെ കുറച്ച് പേര്, ഇപ്പോൾ റാനഡെ, അങ്ങനെ വരുന്ന കുറച്ച് പേരുകൾ. അത് കുറേ സെറ്റ് ഓഫ് നെയിംസ് നമുക്ക് നോക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഏത് സ്റ്റേറ്റ് ആണെന്ന് മനസ്സിലാവും. ഇത് ഭഗത് ജവഹർ മൽ. ഈ ഭഗത് എന്നുള്ള പേര് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ സാധ്യതയുള്ളത് എവിടെ ആയിരിക്കും? ഭഗത് സിംഗ്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് എവിടെയായിരിക്കും? മഹാരാഷ്ട്ര അല്ല, പകരം പഞ്ചാബ് ആയിരിക്കും എന്നൊരു ഗസ് നമുക്ക് അടിക്കാം. ഇനി മല്ല് തന്നെ നോക്കിയാൽ മതി. മൽ, മൻ എന്നൊക്കെ പറഞ്ഞു വരുന്ന പേരുകളും എവിടെയാ? പഞ്ചാബിയാ അല്ലേ? റൈറ്റ് നോ പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്റർ മൻ. അപ്പൊ ഇതെന്താ? മൽ. സിമിലർ ലൈനിൽ വരുന്ന പേരുകൾ നമ്മളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. ദെൻ റാണി ചെന്നമ്മ. ഇതാണ് ഇപ്പോൾ കറണ്ട് അഫെയറിൽ ഉണ്ടായിരുന്ന പേര്. റാണി ചെന്നമ്മ ഓഫ് കിട്ടൂർ. ആന്ധ്രയാണോ അല്ലയോ? ഉറപ്പായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ദിസ് വാസ് നോട്ട് ആന്ധ്ര, ദിസ് വാസ് കർണാടക. റാണി ചെന്നമ്മ ഓഫ് കിട്ടൂർ അതിന്റെ 200th ഇയർ ആയിരുന്നു. അതായത് ബാറ്റിൽ ഓഫ് കിട്ടൂറിന്റെ 200th ഇയർ ആയിരുന്നു. സോ റാണി ചെന്നമ്മയെ എന്താ ഒരു ഭയങ്കരമായിട്ട് നമ്മൾ ഈയിടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. സോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ഇവിടെ വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ റാണി ചെന്നമ്മ ആന്ധ്രക്കാരി അല്ല, കർണാടകയിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. കേട്ടോ? ബാറ്റിൽ ഓഫ് കിട്ടൂർ നമ്മൾ ഓർത്ത് വെക്കണം. ആൻഡ് ഭഗത് ജവഹർ മൽ വാസ് റിലേറ്റഡ് ടു കുക്ക മൂവ്മെന്റ്. കുക്ക മൂവ്മെന്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ചരിത്രത്തിലെ വളരെ ഒരു വൈവിധ്യമാർന്ന ഒരു ഏടാണ് കുക്ക മൂവ്മെന്റ്. മീൻസ് കുക്ക എന്നുള്ള പേര് വന്നതിന്റെ കഥകളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അതൊക്കെ. സോ ഇത് പഞ്ചാബിലായിരുന്നു ഉണ്ടായിരുന്ന കുക്ക മൂവ്മെന്റ്. ആൻഡ് റാണി ചെന്നമ്മ കിട്ടൂർ ബാറ്റിലാണ് പങ്കെടുത്തിരിക്കുന്നത്. ഇറ്റ് വാസ് ഇൻ കർണാടക. സോ ആൻസർ ഈസ് ഓൺലി 2 പേഴ്സ് ആർ റൈറ്റ്. ആൻഡ് ഇതൊരു PIBയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഹൂ അമംഗ് ദി ഫോളോയിങ് ഹാവ് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻസ് ടു ഒബ്സർവേഷണൽ ആസ്ട്രോണമി ഇൻ ഇന്ത്യ? ആർട്ട് ആൻഡ് കൾച്ചർ റിലേറ്റഡ് ആയിട്ട് എല്ലാ വർഷങ്ങളിലും ചോദ്യം വരാറുണ്ട്. അത് പൊതുവെ ഹിന്ദുവിൽ നിന്നോ അല്ലെങ്കിൽ PIBയിൽ നിന്നോ ആണ് വരാറ്. പൊതുവെ മനസ്സിലായില്ലേ? പൊതുവെ ഹിന്ദു അല്ലെങ്കിൽ PIB ആണ് ഈ ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ റിലേറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരിക. ഇത് ഈ സെൻസിൽ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു ഏരിയ ആണ് ഈ ആസ്ട്രോണമി എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ സർക്കാർ ഒരു വലിയൊരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുക. അതായത് ഏൻഷ്യന്റ് ആസ്ട്രോണമിക്കൽ നോളജ് അതിനെ റിവൈവ് ചെയ്യാനായിട്ട്. മനസ്സിലായി? നമ്മൾ പറയപ്പെടുന്നത് എന്താ? ഈ ഹീലിയോസെൻട്രിക് മോഡലൊക്കെ അങ്ങ് കോപ്പർനിക്കസ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യക്കാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രശസ്ത വ്യക്തികൾ. ഇപ്പൊ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് നോക്കിയേക്കണം. ഈ 5 പേരുകളിൽ ഒരെണ്ണം നിങ്ങൾക്കറിയാം, ആര്യഭട്ട എന്നുള്ള പേര് അറിയാം നമുക്ക് എപ്പോഴും. എന്താ? ആസ്ട്രോണമിയുടെ ഏറ്റവും തലതൊട്ടപ്പനായിട്ട് ഇന്ത്യക്കാർ വാഴ്ത്തുന്ന ഒരു പേരാണ്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് വ്യക്തികൾ ഇന്ത്യയിൽ ഈ പറഞ്ഞ ഏൻഷ്യൻ ആസ്ട്രോണമിയിലേക്ക് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. അവരുടെ കോൺട്രിബ്യൂഷൻസും ആ ഏൻഷ്യൻ മെത്തേഡ്സും ഒക്കെ റിവൈവ് ചെയ്യാനായിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വലിയൊരു പ്രോജക്റ്റാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ PIB ഈ ഒരു സ്പെഷ്യൽ മെറ്റീരിയലാണ്. ഇതൊരു സ്പെഷ്യൽ മെറ്റീരിയലാണ് ഓക്കെ കൊടുത്തിരുന്നതും. സോ അതുകൊണ്ട് തന്നെ നമുക്കിത് ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. നോക്കൂ ഓപ്ഷൻസ്. വൃദ്ധ് ഗർഗ, ആര്യഭട്ട, മാധവാചാര്യ, നീലകണ്ഠ സോമയാജി ആൻഡ് ഭവഭൂതി. 5 പേരുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ആരൊക്കെയാണ് ഏൻഷ്യൻ ഒബ്സർവേഷണൽ ആസ്ട്രോണമേഴ്സ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്കിനകത്ത് ഒബ്വിയസ്ലി അറിയാവുന്ന പേര് ആദ്യം തന്നെ നമുക്ക് നോട്ട് ചെയ്തിടാം. ദാറ്റ് ഈസ് ആര്യഭട്ട. ആര്യഭട്ടയുടെ കോൺട്രിബ്യൂഷൻസ് നമുക്കറിയാമല്ലോ. ഇനി ഇതിനകത്ത് പേരുകളുണ്ട്. മലയാളി എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വലിയൊരു പേര് ഇതിനകത്തുണ്ട്. നീലകണ്ഠ സോമയാജി. നീലകണ്ഠ സോമയാജി വാസ് എ മലയാളി. മനസ്സിലായി? അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയായിരുന്നു. നമുക്ക് പലർക്കും അറിയുന്ന ഒരു ഫാക്റ്റ് അല്ല അത്, പക്ഷെ നമ്മളത് അറിഞ്ഞിരിക്കണം. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ അത്രയും വലിയൊരു കോൺട്രിബ്യൂഷൻ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പൊ 2 കിട്ടി. ഇനി വൃദ്ധ് ഗർഗയും മാധവാചാര്യയും ഭവഭൂതിയും. ഇതിനകത്ത് മാധവാചാര്യയുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഭവഭൂതി എന്നുള്ള പേരും കേട്ടിട്ടുണ്ടാവും, പക്ഷെ വൃദ്ധ് ഗർഗ കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ.
ഇതിനകത്ത് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേര് ഈസി ആയിട്ട് കിടപ്പുണ്ട്. അത് നിങ്ങൾ കണ്ടെത്തുന്നതോട് കൂടി നിങ്ങളുടെ ആൻസർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ഇപ്പം സപ്പോസ് നിങ്ങൾ മാധവാചാരിയാണ് എലിമിനേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബി ആയിരിക്കും ആൻസർ. വൃദ്ധഗർഗ എലിമിനേറ്റ് ചെയ്താൽ സി ആയിരിക്കും ആൻസർ. ഭവഭൂതി എലിമിനേറ്റ് ചെയ്താൽ എ ആയിരിക്കും ആൻസർ, അല്ലേ? അപ്പൊ ഇതിൽ ഏത് എലിമിനേറ്റ് ചെയ്യണം, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ബേസിക്സ് NCERT ആയിക്കോട്ടെ, അങ്ങനത്തെ ബേസിക്സ് നിങ്ങൾ പഠിക്കുമ്പോൾ അതിൽ നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഭവഭൂതിയെ എലിമിനേറ്റ് ചെയ്യും. കാരണം ഭവഭൂതി എന്ന് പറയുന്ന ഒരു ആസ്ട്രോണമർ അല്ല പ്രൈമർലി. അദ്ദേഹം ഒരു സാൻസ്ക്രിറ്റ് സ്കോളർ ആയിരുന്നു, ഒരു റൈറ്റർ ആയിരുന്നു, ഒരു പ്ലേ റൈറ്റ് ആയിരുന്നു. മനസ്സിലായി? അദ്ദേഹത്തിന് അസ്ട്രോണമിയുമായിട്ടുള്ള ഡയറക്റ്റ് കണക്ഷൻസ് ഒന്നുമില്ല. ഹി വാസ് റിലേറ്റഡ് ടു ലിറ്ററേച്ചർ. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് 5 എലിമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് പോയി. ഒരു റൈറ്റ് ആൻസർ ഇസ് 1 2 3 4. അതായത് വൃദ്ധഗർഗ, മധവാചാര്യ, ആര്യഭട്ട ആൻഡ് നീലകണ്ഠ സോമയാജി വേർ ഓൾ ഒബ്സർവേഷണൽ ആസ്ട്രോണമേഴ്സ്. വെറുതെ അങ്ങനെ പറഞ്ഞാൽ പോരാ. ദോസ് വേർ ലെജൻഡറി പീപ്പിൾ ഇൻ ദിസ് ഫീൽഡ്. ആൻഡ് ഭവഭൂതി വാസ് റിലേറ്റഡ് ടു ലിറ്ററേച്ചർ. പേരുകൾ ഓർത്തു വെക്കുക. ആദ്യത്തെ 4 പേരുകളും നിങ്ങളുടെ മനസ്സിൽ കിടക്കണം. ചോദ്യം ചോദിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. ആൻഡ് ഭവഭൂതിയുടെ പ്രശസ്തമായ കൃതികളും കൂടെ പേര് ഞാനിവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തം ഉത്തരരാമചരിതവും മാലതി മാധവവുമാണ്. കാരണം ഈ രീതിയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ടല്ലോ UPSC. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഒന്നുകിൽ റൈറ്ററിന്റെ പേരും അവരുടെ വർക്കും തന്നിട്ട് വിച്ച് ഓഫ് ദീസ് ഈസ് ആർ കറക്റ്റ്ലി മാച്ച്ഡ് എന്നും പറഞ്ഞ് ചോദിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് വർക്കിന്റെ പേര് തന്നെ ചോദിച്ച ചരിത്രങ്ങളുണ്ട്. ഇതിലേതാണ് ഭവഭൂതിയുടെ വർക്ക്, അല്ലെങ്കിൽ ഉത്തരരാമചരിതം എഴുതിയത് ഇവരിൽ ആര്, അങ്ങനെയൊക്കെ ചോദിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ ഉത്തരരാമചരിതവും മാലതി മാധവവും ഭവഭൂതിയുടെ പ്രശസ്തമായ വർക്കുകളിൽ 2 എന്നുള്ളത് നമ്മൾ ഓർമ്മയിൽ വെക്കുന്നത് ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് നമുക്ക് തരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ഫോഴ്സസ് ആർ അണ്ടർ ദി മിനിസ്ട്രി ഓഫ് ഡിഫൻസ്? ഡിഫൻസിന് കീഴിൽ വരുന്നത് ഇതിൽ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. BSF, BRO, NSG ആൻഡ് അസാം റൈഫിൾസ്. അപ്പൊ 4 ഫോഴ്സസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ്? ഞാൻ പറയും, ഈ ഒരു ഏരിയ കുറിച്ച് വായിക്കാത്ത, ധാരണയില്ലാത്ത ആളിന് ഇതിലെല്ലാം എന്താണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിലാണെന്ന് തോന്നിപ്പോവും. തെറ്റ് പറയാനൊക്കത്തില്ല. അവിടെയാണ് നമ്മൾ ഇതിൽ കൂടെ കാണിക്കുന്ന കുറച്ച് കണ്ടന്റ് തരിക മാത്രമല്ല, നിങ്ങളുടെ പ്രിപ്പറേഷനിലെ ലാബ്സസ് എന്തൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു അവസരം കൂടെയാണ് നിങ്ങൾക്ക് തരുന്നത്. ഇത്ര സിമ്പിൾ ചോദ്യങ്ങളാണ് UPSC ചോദിക്കുക. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ കണ്ടില്ലേ? ED, DRI ഇതൊക്കെ ഏത് മിനിസ്ട്രിക്ക് കീഴിൽ, ഏത് ആക്ടിന്റെ കീഴിലുമാണെന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു. സിമ്പിൾ സാധനമാണ്. സിമ്പിൾ ഇൻ ദി സെൻസ് എന്താ, പത്രം നമ്മൾ വായിക്കുന്നുണ്ടോ, പത്രത്തിൽ കാണുന്നതിന് നമ്മൾ അനാലിസിസ് നടത്തി പഠിക്കുന്നുണ്ടോ, ഇതാണ് നോക്കുന്നത്. ഇതും അതേപോലെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, പേര് കേൾക്കുന്നു, ഡിഫൻസിന്റെ കീഴിലാണ്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഡിഫൻസിന് കീഴിലാണ്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് ഉറപ്പായിട്ടും ഡിഫൻസ്. അങ്ങനല്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. അതായത് ഇവിടുത്തെ ആൻസർ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാം. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ മാത്രമാണ് എന്ത്, മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ളത്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ മാത്രമാണ് ഡിഫൻസിന് കീഴിലുള്ളത്. ബാക്കി 3ഉം അണ്ടർ ഹോം മിനിസ്റ്ററി ആണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും അസം റൈഫിൾസും ഒക്കെ എന്താണ്, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിന് കീഴിൽ വരുന്നത് അല്ലേ? സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സാ. ആ ഫോഴ്സ് എന്ത് പറഞ്ഞത് ആരുടെ കീഴിലാണ്? ഹോം മിനിസ്ട്രിയുടെ കീഴിലാണ് അല്ലേ? അസം റൈഫിൾസ് ആയിക്കോട്ടെ, BSF ആയിക്കോട്ടെ, CISF, CRPF, ITBP, NSG, SSB ഇതെല്ലാം ആരുടെ കീഴിലാണ്? ഹോം മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്, നോട്ട് അണ്ടർ ഡിഫൻസ് മിനിസ്ട്രി. BRO, ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ മാത്രമാണ് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡർ ഏരിയാസിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. മനസ്സിലായില്ലേ? അതായത് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണ് അവരുടെ പ്രൈമറി എയിം. അതായത് ബോർഡർ ഏരിയാസിലേക്ക് നമുക്ക് റോഡ്സ് പണിയുക, നമ്മുടെ ടാങ്കുകൾ ചെല്ലാൻ പറ്റുന്ന റോഡ് വേണം, പാലങ്ങൾ വേണം. അതായത് ബോർഡർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്, ബോർഡറിലെ സർവൈലൻസിന് വേണ്ടിയിട്ട് നമ്മളുടെ മിലിറ്ററി എക്യുപ്മെന്റ്സും ബാക്കി സാധനങ്ങളും ബോർഡറിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആൻഡ് ഓൾ ദി അതേഴ്സ് ആർ അണ്ടർ ഹോം മിനിസ്റ്ററി. ഇങ്ങനത്തെ ചെറിയ 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 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത്, UPSC ചോദിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, EPIDA is mandated with the responsibility of export, promotion and development of how many of the following products? EPIDA സ്ഥിരമായിട്ട് പത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം EPIDA.
അഗ്രികൾച്ചർ പ്രൊമോഷൻ ആൻഡ് എക്സ്പോർട്ട് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള അതോറിറ്റിയാണ്. മനസ്സിലായില്ലേ? അപ്പം എപ്പിഡയുടെ റെസ്പോൺസിബിലിറ്റിയിൽ മാൻഡേറ്റ് ചെയ്യപ്പെട്ട് കൊടുത്തിട്ടുള്ള പ്രൊഡക്ട്സ് ഇവയിൽ എത്ര എണ്ണമാണ് എന്നാണ് ചോദ്യം. മീറ്റ്, പോൾട്രി, ഡയറി പ്രൊഡക്ട്സ്, ബേക്കറി പ്രൊഡക്ട്സ്, ആൽക്കഹോളിക് ആൻഡ് നോൺ ആൽക്കഹോളിക് ബെവറേജസ്, ഇതിൽ ഏതൊക്കെ എപ്പിഡയുടെ കീഴിൽ വരുന്നുണ്ട്, എപ്പിഡയുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലെങ്കിൽ എപ്പിഡയ്ക്ക് മാൻഡേറ്റ് ചെയ്യപ്പെട്ട് കൊടുത്തിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആണ് എന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും അഗ്രികൾച്ചർ ആണ്, അല്ലേ? അഗ്രികൾച്ചർ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാം എന്തായിരിക്കും, ഡയറി എന്തായാലും ഉണ്ടാവും. അപ്പൊ ഡയറി റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ പോൾട്രി ഉണ്ടാവും, മീറ്റും ഉണ്ടാവും, അല്ലേ? ഇനി ബാക്കി രണ്ടിടത്താണ് നമ്മുടെ പ്രശ്നം. ആൽക്കഹോളിക് നോൺ ആൽക്കഹോളിക് ബെവറേജസും ബേക്കറി പ്രൊഡക്ട്സും ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. അപ്പൊ ഒന്നുകിൽ only 3 ആവാം, അല്ലെങ്കിൽ എന്തായിരിക്കും അടിച്ചാൽ all 5 ആവാം. കാരണം ഇതിൽ ബാക്കി രണ്ടെണ്ണത്തിൽ രണ്ടെണ്ണം ഉണ്ടാവാനുള്ള ചാൻസ്, അല്ലെങ്കിൽ രണ്ടും ഇല്ലാതിരിക്കാനുള്ള ചാൻസ് ആണ് കൂടുതൽ. കാരണം രണ്ടും ഒരുമാതിരി ഏറെക്കുറെ ഒരേ സ്വഭാവത്തിൽ പെടുന്നതാണ്. അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം വേറൊരു മാർഗ്ഗമില്ല. ഇതൊക്കെ ഫാക്ച്വലാ, നമ്മൾ അറിഞ്ഞിരുന്നാലേ പറ്റൂ. ഇത് രണ്ടും എന്തിലുണ്ട്? എപ്പിഡയുടെ മാൻഡേറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റിലുണ്ട്. എന്താ ഇവിടെ നോക്കൂ, ലിസ്റ്റ് നോക്കൂ. റൈറ്റ് സൈഡിൽ കൊടുത്തേക്കുന്നത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് പ്രൊഡക്ട്സ്, മീറ്റ്, പോൾട്രി, ഡയറി, കോൺഫെക്ഷണറീസ്, ഹണി, ജാഗറി ആൻഡ് ഷുഗർ പ്രൊഡക്ട്സ്, കൊക്കോ ആൻഡ് ഇറ്റ്സ് പ്രൊഡക്ട്സ്, ആൽക്കഹോളിക് നോൺ ആൽക്കഹോളിക് ബെവറേജസ്, സീരിയൽസ്, ഗ്രൗണ്ട്നട്ട്സ്. ഈ ലിസ്റ്റിൽ കിടക്കുന്ന എല്ലാം എപ്പിഡയുടെ മാൻഡേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. ഈ സാധനങ്ങളെല്ലാം എപ്പിഡ മസ്റ്റ് ആയിട്ട് എക്സ്പോർട്ട് പ്രൊമോഷനും ഡെവലപ്മെന്റും നടത്തിയേ പറ്റത്തുള്ളൂ. ഇത് കൂടാതെ ഇതൊക്കെ ഫസ്റ്റ് ഷെഡ്യൂളിൽ പെടുന്ന പ്രൊഡക്ട്സ് ആണ്. അതായത് എപ്പിഡ ആക്ടിന്റെ ഫസ്റ്റ് ഷെഡ്യൂളിൽ പറയുന്ന പ്രൊഡക്ട്സ് ആണ് ഈ ലിസ്റ്റ്, ഈ യെല്ലോ കളറിൽ ഇവിടെ കൊടുത്തേക്കുന്നത്. അത് കൂടാതെ സെക്കൻഡ് ഷെഡ്യൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പിന്നീട്. എപ്പിഡ ആക്ടിന് പിന്നീട് ഒരു അമെൻമെന്റ് കൊണ്ടുവന്നിട്ട് സെക്കൻഡ് ഷെഡ്യൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ബാസ്മതി റൈസ് ആണ്. അത് ആദ്യത്തെ ഷെഡ്യൂളിൽ പെടുത്താതെ സെക്കൻഡറി ആയിട്ട് മാറ്റി വെച്ചിരിക്കുക. മനസ്സിലായി? അതിനെ സ്പെഷ്യൽ ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യേണ്ടത്. ബാസ്മതി അറിയാമല്ലോ, കാരണം എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ പത്രം വായിക്കുന്നവർക്ക് അറിയാം. ബാസ്മതിക്ക് അത്രയും വലിയൊരു GI ടാഗിന്റെയും അങ്ങനത്തെ ട്രേഡ് മാർക്കിന്റെ ഒക്കെ കുറെ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെ സെപ്പറേറ്റ് സെക്കൻഡ് ഷെഡ്യൂളിൽ പെടുത്തി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ റൈറ്റ് സൈഡിൽ കൊടുത്തേക്കുന്ന യെല്ലോ കളറിൽ കൊടുത്ത അത്രയും ഫസ്റ്റ് ഷെഡ്യൂളിൽ പെടുന്ന എപ്പിഡയുടെ മാൻഡേറ്റഡ് പ്രൊഡക്ട്സ് ആണ്. ഇത്രയും എണ്ണം പ്രൊമോട്ട് ചെയ്യാനായിട്ട് എപ്പിഡ മസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. And EPIDA has been entrusted with the responsibility of monitoring the import of sugar. ഷുഗറിന്റെ ഇമ്പോർട്ട് മോണിറ്റർ ചെയ്യുന്നത് ആർക്കാണ്? ഉത്തരവാദിത്തം എപ്പിഡയ്ക്കാണ്. അതുകൂടാതെ NPOP, നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷനും അതിന്റെ സെക്രട്ടറിയേറ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നത് എപ്പിഡയാണ്. എപ്പിഡയെ കുറിച്ച് ചോദ്യം ചോദിക്കാനുള്ള സാധ്യത വലിയ രീതിയിൽ കാണുന്നുണ്ട്. കാരണം ഒന്നാമത് അഗ്രികൾച്ചർ ആണ്, അഗ്രികൾച്ചറിന്റെ മാർക്കറ്റിങ്ങും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യമായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചോദ്യം ചോദിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്.